പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലോട് ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി വരുന്നതിനായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു ഭാഷയും കൂടെ അറിയിക്കുന്നു. അത് ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 8-9 വാക്യങ്ങൾ പറയുന്നു. എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, എന്റെ വഴികളുമല്ല നിങ്ങളുടെ വഴികളല്ല എന്റെ വഴികളെ യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ഇവിടെ നമുക്കറിയാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എഴുതിയ യെശയ്യാവാണ്. വലിയ പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം ഇവിടെ സംസാരിക്കുന്നത് നിങ്ങളുടെ വിചാരങ്ങൾ നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ എന്ന അതിനെക്കുറിച്ച് ആകാശം എത്രത്തോളം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നപ്പോ അത്രത്തോളമാണ് ദൈവത്തിന്റെ വഴികൾ നമ്മുടെ വഴികളിലും നമ്മുടെ വിചാരങ്ങൾ ദൈവത്തിന്റെ വിചാരങ്ങളും ഉയർന്നിരിക്കുന്നത്. അതിന്റെ 7-ാം വാക്ക് ഇങ്ങനെ പറയുക: ദുഷ്ടൻ തന്റെ വഴിയെ, നീതി കെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് ദൈവത്തിങ്കലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. ഇവിടെ 2 വ്യക്തിയെ കുറിച്ച് പറയുകയാണ്, ദുഷ്ടനെ കുറിച്ചും നീതി കെട്ടവനെ കുറിച്ചും. അതായത് നീതികേട് ചെയ്യുന്നവനെ കുറിച്ച്, ദൈവത്തിന്റെ വഴികളെ വിട്ടുമാറി സ്വന്തം വഴികളിൽ പോകുന്നവരെ കുറിച്ചും ദുഷ്ടനെ കുറിച്ചും ഇവിടെ പറയാം. ദുഷ്ടത മാത്രം പ്രവർത്തിക്കുന്ന നല്ലത് ചെയ്യാത്ത, എന്ത് ദൈവത്തിന്റെ വചനത്തിൽ ചെയ്യണമെന്ന് പറയുമോ അത് ചെയ്യാതെ സ്വന്തം ഇഷ്ടങ്ങൾ സ്വന്തം വഴികളെ തിരഞ്ഞെടുക്കുന്നവരെ കുറിച്ചും ഇവിടെ പറയുകയാണ്. അവരോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വഴികളെയും വിചാരങ്ങളെയും ഉപേക്ഷിച്ചിട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരും. ദുഷ്ടൻ എന്ന് പറയുന്നത് സ്വന്തം ബുദ്ധിക്ക് അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ ആശ്രയിച്ചുകൊണ്ട് ചെയ്യുന്നവരാണ്. ഈ തിരുവചനം കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കാതെ നിങ്ങളുടെ സ്വബുദ്ധിക്ക് ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും അപ്രകാരം വഴികളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? തിരിഞ്ഞ് നിങ്ങളുടെ ദൈവത്തിന്റെ വഴികളിലേക്ക് മടങ്ങി വരുവാൻ ഇവിടെ കർത്താവ് പറയുകയാണ്. 2, നീതികേടിലേക്ക് കൈ നീട്ടരുത്. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ചില വചനം നമ്മൾ ദൈവത്തിന്റെ ആത്മ പറയാനുണ്ട്, നീതി ചെയ്യുവാൻ ഇഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യാം? നീതി ചെയ്യാതെ നീതികേടിലേക്ക്, അത് നീതിയില്ലാത്ത പ്രവർത്തികളിലേക്ക്, പാപത്തിലേക്ക് നാം കടന്നു പോയാൽ ദൈവം എന്ത് ചെയ്യാം? ദൈവം പറയുകയാണ്, പാപത്തിന്റെ വഴികളിൽ നിന്ന് മടങ്ങി വരുവാൻ, ആ പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ തിരിയുന്നുവെങ്കിൽ ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളോട് കരുണ കാണിക്കും. എന്നിട്ട് അവൻ പറയും, ധാരാളം ദൈവം ക്ഷമിക്കും, ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്. എന്നിട്ട് പറയുകയാണ്, ഈ വ്യക്തികളോടാണ് കർത്താവ് പറയുന്നത്, എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങളെന്ന്. എൻ്റെ വഴികളല്ല നിങ്ങളുടെ വഴികളെന്ന്. ഈ തിരുവചന ഭാഗം നാം നോക്കുമ്പോൾ ഇസ്രായേൽ ജനത്തോടാണ് ദൈവം ഇത് സംസാരിക്കുന്നത്. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ നിയമത്തെ പുറങ്കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞ ശേഷം ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവനാമത്തിന് വേണ്ടി നിൽക്കേണ്ടതിന് പകരം ഈ വിഗ്രഹാരാധനയോട് വിഗ്രഹാരാധനയുമായി ഇടകലർന്ന് പ്രവർത്തിക്കുന്ന ഒരു അല്ലെങ്കിൽ ഈ സമയത്ത് യഹൂദയിലെ ഹിസ്കിയ രാജാവിന്റെ ഭരണകാലത്താണ് എന്ത് ചെയ്യുന്നത്? ഈ യെശയ്യാ പ്രവാചനം എഴുതപ്പെട്ടത്. അന്ന് ദൈവം പറയുകയാണ്, അതായത് ഇസ്രായേൽ ജനം അശൂരുമായിട്ടുള്ള ഒരു ബന്ധം, അതായത് അവരുടെ ആചാരങ്ങൾ, അവരുടെ ദേവന്മാരെ ഭജിക്കുകയും അവരെ ആരാധിക്കുകയും അവരുടെ നിയമങ്ങളും അവരുടെ പൂജാതി കാര്യങ്ങളും അപ്രകാരം ഒരു കാര്യങ്ങളിലേക്ക് ഈ ഇസ്രായേൽ ജനം ഇടകലർന്നു പോയപ്പോൾ ദൈവം എന്ത് ചെയ്തു? തങ്ങളെ ശത്രുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ ഇടയായി. ശത്രു അവർക്ക് ബോധിച്ചതുപോലെ ഇസ്രായേൽ ജനത്തെ ഭരിച്ചപ്പോൾ ഇവിടെ സ്വന്തമായിട്ട് ഇസ്രായേൽ ജനം തീരുമാനമെടുക്കുമ്പോൾ കർത്താവ് അവരോട് പറയുകയാണ്, എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ. അതുകൊണ്ട് 7-ാം വാക്യം പറഞ്ഞു, ദുഷ്ടനെ കുറിച്ച് നീതിമാനായിരുന്ന ഇസ്രായേൽ ദൈവത്തിന്റെ സ്വന്തം ജനം നമുക്കറിയാം. എന്നാൽ ദൈവത്തിന് വേണ്ടി ഇറങ്ങി നിൽക്കേണ്ട
അല്ലേ ജനം ദൈവത്തിൽ മറുതലിച്ച് പോയപ്പോഴാണ് ആ ജനത്തോട് ദൈവത്തിന്റെ ജനത്തോട് ദൈവം സംസാരിക്കുന്നതാണ് ഈ ഭേദഭാഗം. എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴി. ദൈവത്തിനൊരു വിചാരമുണ്ട്, ദൈവത്തിന് വഴികളുണ്ട്. ദൈവം വിചാരിക്കുന്നത് പോലെ നമുക്ക് വിചാരിക്കുവാനോ ദൈവത്തിന്റെ വഴികൾ നമുക്ക് മനസ്സിലാക്കുവാനോ കഴിയത്തില്ല. ആകാശം ഭൂമിക്ക് മീത് ഉയർന്നിരിക്കുന്ന പോലെ ഇവിടെ പറയുകയാണ്, ആകാശം ഭൂമിയുമായി എത്രത്തോളം ഉയരമുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം നീളമുണ്ടോ അപ്രകാരമാണ് ദൈവത്തിന്റെ വിചാരങ്ങൾ. ഇവിടെ പറയുകയാണ്, എന്റെ വഴിയും നിങ്ങളുടെ വഴിയും തമ്മിൽ വ്യത്യാസമാണ്, എന്റെ വിചാരവും നിങ്ങളുടെ വിചാരവും തമ്മിൽ വ്യത്യാസമാണ്. ഹല്ലേലൂയ. അതൊന്ന് പകൽ പോലെ, രാവും പകലും പോലെ വ്യത്യാസമുണ്ട് എന്നാണ് ഈ തിരുവചനത്തിലൂടെ നമ്മളോട് ദൈവം സംസാരിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ ജനം യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലേക്ക് വരുവാനിരിക്കുന്ന ആ മശിയെ കുറിച്ച് പറയുന്ന ഒരു വേദഭാഗം കൂടെയാണ് ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. ഇവിടെ പറയുന്നു, യെശയ്യാ പിന്നെയും പറയുകയാണ്, എന്റെ ചിന്തകളും നിങ്ങളുടെ ചിന്തകളല്ല, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല എന്ന് കർത്താവ് ഇവിടെ പറയുകയാണ്. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം, ദൈവം ഏറ്റവും കൂടുതൽ തന്റെ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആത്മീകമായ ഒരു തലത്തിൽ. എന്നാൽ മനുഷ്യൻ അവരുടെ ഓരോ ആഗ്രഹങ്ങൾ ഭൗതികമായ ആഗ്രഹങ്ങളാണ്. അവരുടെ ചിന്തകൾ ഈ ഭൂമിയെ കുറിച്ച്, നമുക്ക് ആദാമിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു അത് ചെയ്യുകയാണ് ആദാം അവിടെ ചെയ്തത്. അപ്പൊ ദൈവത്താൽ നിർമ്മിച്ച മനുഷ്യനാണ്. ദൈവത്തിന്റെ രൂപവും ദൈവത്തിന്റെ സാദൃശ്യവും ദൈവത്തിന്റെ ശ്വാസവും കൊണ്ട് ജീവിച്ച മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പനകളെ മറന്ന് പുറംകാലുകൊണ്ട് എന്ത് ചെയ്തു? അതിനെ എറിഞ്ഞു കളഞ്ഞിട്ട് സാത്താന്റെ ഇഷ്ടങ്ങൾക്ക് ഹല്ലേലൂയ എന്ത് ചെയ്തു? അവൻ ജീവിച്ചു. ഇഷ്ടങ്ങൾക്ക് ആഗ്രഹങ്ങൾക്ക് എന്ത് ചെയ്തു? അതും പ്രകാരം ചെയ്തു. അപ്പോൾ അവിടെ ആദാം ദൈവം നിർമ്മിച്ച മനുഷ്യനാണ്. ദൈവത്താൽ നിന്ന് വെറും മണ്ണായിരുന്ന ആ മനുഷ്യനെ മണ്ണിനാൽ ദൈവം തന്റെ കരത്താല് നിർമ്മിച്ച മനുഷ്യ രൂപമാക്കി ആ രൂപത്തിൽ ജീവനില്ലാത്ത ഇരുന്ന അവസ്ഥയില് ദൈവം ജീവൻ കൊടുത്ത് ദൈവത്തിന്റെ മകനാക്കി മാറ്റിയിട്ടും എന്ത് ചെയ്തില്ല? ദൈവത്തെ അനുസരിച്ചില്ല. ഇതുകൊണ്ടാണ് എന്നിട്ടും ഇവിടെ പറയുന്നത്, ദൈവത്തെ അനുസരിച്ച് മാത്രമല്ല എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു ചെയ്യുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വായിച്ചതിന് മുകളിൽ ദുഷ്ടൻ എന്ത് ചെയ്യുക? അവരുടെ വഴികളെയും നീതികെട്ടവൻ എന്ത് ചെയ്യുക? നീതികേടും തിരിഞ്ഞ് മടങ്ങി വരിക എന്ന് പറഞ്ഞത്. ഇവിടെ പറയുന്നു, ദൈവത്തിന്റെ വിചാരത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ് അല്ലെ. ദൈവത്തിന്റെ വിചാരം എന്ന് പറയുന്നത് അത് ഈ ഭൂമിയെ കുറിച്ചല്ല. ദൈവം വിളിച്ചു കോർത്ത ജനത്തെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. പക്ഷേ ഈ ദൈവത്തിന്റെ ജനം അല്ലെങ്കിൽ ദൈവം വിളിച്ച് വേർതിരിച്ച ജനം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവരുടെ കുടുംബം, അവരുടെ മക്കള്, അവരുടെ ജോലി, അവരുടെ ഭാവി എന്നുള്ള കാര്യങ്ങളാ എന്ത് ചെയ്യുക? കലങ്ങി മറിഞ്ഞ് ദൈവത്തിന്റെ ഇഷ്ടം എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കുന്നില്ല. ദൈവത്തിന്റെ ആഗ്രഹം എന്ത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഒരു വിചാരം, എന്നാല് ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ വിചാരങ്ങളെല്ലാം മാറ്റിവെക്കണം. എന്നിട്ട് എനിക്ക് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, എനിക്ക് നിങ്ങളെ കുറിച്ച് വിചാരമുണ്ട്. നിങ്ങളുടെ ഈ ആവശ്യങ്ങൾ ഓരോന്നും എനിക്കറിയാം. അതിനെക്കുറിച്ച് തക്ക സമയത്ത് ഞാൻ നടത്തി തരും. നിങ്ങൾ അതിനെ ഓർത്ത് വിചാരപ്പെടണ്ട, നിങ്ങൾ അതിനെ ഓർത്ത് കലങ്ങണ്ട. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ ഓർത്ത് അല്ലെങ്കിൽ എന്റെ നാമത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് നിങ്ങൾക്ക് എപ്രകാരം ചെയ്യുവാൻ കഴിയുമോ അപ്രകാരം ചെയ്യണം എന്നാണ് കർത്താവ് പറഞ്ഞത്. പിന്നെ പറയാണ്, നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ. ദൈവത്തിന്റെ വഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് അടയ്ക്കാൻ കഴിയുന്നതല്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പല ആവശ്യങ്ങളും നമ്മൾ നമ്മുടേതായ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നാം എപ്പോഴെങ്കിലും ദൈവത്തിന്റെ സന്നിധി ചോദിച്ചിട്ടുണ്ടോ? ദൈവമേ, ഞാൻ പോകുന്ന വഴികൾ ശരിയാണോ? ഞാൻ ഇതിനെ തന്നെയാണോ പോകാൻ ദൈവം ആഗ്രഹിക്കുന്നത്? അങ്ങ് ഏത് വഴിയിലൂടെയാണ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? നാം എപ്പോഴെങ്കിലും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് തിരിഞ്ഞു ചിന്തിക്കുവാൻ ഒരു അവസരം
ദൈവം നിങ്ങൾക്ക് നൽകുകയാണ്. സോ അത് നമുക്കറിയാം, ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കുക അത്രേ വേണ്ടതെന്ന് പറയുമ്പോൾ ദൈവം പറയുകയാണ് വിചാരപ്പെടണമെന്ന് പറയുമ്പോഴും എന്ത് ചെയ്യുക, മനുഷ്യൻ വിചാരപ്പെടുകയാണ്. അവരുടെ ചിന്തകൾ എന്ത് ചെയ്യുക, ദൈവത്തിന്റെ ചിന്തകളെക്കാൾ ദൈവത്തിന്റെ ആഗ്രഹങ്ങളെ മനസ്സിലാക്കാതെ ഈ ലോകത്തിന്റെ ലോകമയത്തെ അവരെന്ത് ചെയ്യുക, ആഗ്രഹിക്കുകയാണ്. പ്രിയ ദൈവ പൈതലെ, ഇന്ന് നിങ്ങളോട് ദൈവം സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോ ദിവസങ്ങളും വേണ്ട കാര്യങ്ങൾ ദൈവം എന്ത് ചെയ്യും. എന്നാൽ ദൈവത്തിന്റെ വിചാരം എന്താണ്, ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്, ദൈവത്തിന്റെ വഴി എന്താണെന്ന് ഇന്ന് പകൽക്കാലം നിങ്ങളൊന്ന് തിരിഞ്ഞു ചിന്തിക്കുവാൻ കഴിയുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടതായ കാര്യങ്ങളെല്ലാം സർവശക്തനായ ദൈവം നൽകി തരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒന്ന് സഹായിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. ആമേൻ.